എന്തിനാ ഒച്ചെടുക്കണത്? എന്തിനാ ഒച്ചെടുക്കണ? പുറത്ത് പോവാനാ നിനക്ക്? ഒച്ച വെക്കുന്ന ഡാഡി അവിടെ കിടന്നോണ്ട്. എ സി ഇടണോ നിനക്ക്? ഓ അയ്യോ, എ സി ഇടണമെന്ന് അതായിട്ട് നിങ്ങൾ വിളിച്ചത്. അതിന് അത് കണ്ടോ, ഒന്ന് ഇട്ടുകൂടിയിട്ടാ കൊച്ചിന് ചൂടെടുക്കുന്നത്. എ സി ഇടണോ പൊന്നിന്? എ സി കിടക്കണോ? എണീക്കച്ച, എ സി ഇട്ട് താഴെ അച്ഛാ. പൊന്നോ എന്ത് എ സി ഇടണോ? എ സി ഇട്ട് തരണോ പൊന്നിന്? ഗോതമ്പൂടി കുഴച്ചോണ്ടിരുന്ന കൈയാണ് ഇവൻ ഒച്ച എടുക്കണ കണ്ടോണ്ട് ഞാൻ വന്നത്. അച്ഛ എണീക്കച്ച, എ സി ഇട്ടോട് കൊച്ചിന്. ബാ ഇട്ടുതരാം. ബാ അടിയിലെടുത്ത് എന്തിനാ ഇങ്ങനെ ഒച്ച എടുത്തത്? എ സി ഇടാനാ? ഇട്ടുതരാം മമ്മി. ഇത് കണ്ട ഗോതമ്പൂടി കുഴച്ച കൈയോടെയാണ് വന്നത്. ഇട്ടു മമ്മി. ഉറങ്ങിക്കോ, ഇട്ട് ചൂടെടുക്കണ കൊച്ചിന്. കുറേ നേരമായി അച്ഛയെ വിളിക്കണ, അച്ഛ എണീക്കുന്നില്ല. ഇനി കിടന്നോ അവിടെ. ശരി എൻ്റെ പൊന്ന് കിടന്നോ കേട്ടാ. ശരി കിടന്നോ. ഓ കുറേ നേരമായി അച്ഛയെ വിളിക്കണല്ലേ ഒച്ചയെടുത്ത്. മമ്മിൻ്റെ ഗോതമ്പ് പൊടി കുഴച്ചുകൊണ്ടിരുന്ന കൈയോടെ ഓടി വന്ന ഒച്ച കേട്ടിട്ട്. അച്ഛൻ എണീറ്റില്ലേ പൊന്നോ? അച്ഛനെ അടി കൊടുക്കാട്ടെ മാമ അടി കൊടുക്കാട്ടെ. പൊന്നിന് എ സി ഇടാത്തുണ്ട്. ചേച്ചി വരുമ്പോൾ പറയാട്ടെ നമുക്ക്. അഞ്ചു ചേച്ചി വരട്ടെ, പറയാം നമുക്ക്. എന്തായിട്ടോ എ സി ഇട്ട് കൊടുക്കാത്ത? എത്ര ഒച്ച എടുത്തവൻ. വായച്ചാ, കൂടെ കിടക്കച്ചാ. വാ, എ സി ഇട്ടാലും പോരാ, നിങ്ങൾ കൂടെ പോയി കിടക്കണം. വാ. അതാ തിരിഞ്ഞു നോക്കുന്നത്. വായോ അച്ഛാ. ഇത് കണ്ടോ, അച്ഛനെയും കൊണ്ടുപോകണം. അവന് ഒറ്റയ്ക്ക് കിടന്നാൽ പോരാ. ശരി, പോയി കിടന്നോ. ശരി, പോക്കോ. പണിയുണ്ട്, പോയി കിടന്നോ. ശരി. എൻ്റെ പൊന്നെ, കുറേ നേരമായി കൊച്ച്. 4:30 മണി തൊട്ട് പുറത്താണ്. അച്ഛൻ കിടക്ക്. അവിടെ കിടക്കച്ചാ. വായച്ചാ. വിളിക്കുന്ന കേട്ടില്ലേ നിങ്ങളെ? ഫ്ലഗ് ശരിയാക്കി ഈ TV വച്ചാൽ പോരായിരുന്നോ? അവിടെ കിടന്നോ അച്ഛനും മോനും. മമ്മി ഇതേ റൊട്ടിക്കൊക്കെ കുഴച്ചിട്ട് വരട്ടെ. അവിടെ കിടന്നോ. അച്ഛൻ്റെ മുഖം നോക്കിയേ, എനിക്ക് വയ്യ. കിടന്നോ.